ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു സ്റ്റെൻസിൽ വർക്കാണ്. നമ്മളിപ്പോൾ ടയർ കേക്കിലും അതുപോലെ ടോൾ കേക്കിലൊക്കെ ഇപ്പോൾ ട്രെൻഡായിട്ട് കണ്ടിട്ടുണ്ടല്ലോ സ്റ്റെൻസിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതെല്ലാം ബട്ടർ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ വിപ്പിംഗ് ക്രീമിൽ ചെയ്യാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെൻസിൽ വർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് ബട്ടർ ക്രീം യൂസ് ചെയ്തിട്ട് സ്റ്റെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. അതുപോലെ ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടുള്ള ക്രീമില്ലേ, അത് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഹാർഡായിട്ടാണ് നിൽക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റെൻസിൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. വിപ്പിംഗ് ക്രീം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ വരുന്നതാണ്. പിന്നെ അത്രയും കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരിക്കലും അത് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഈ ഒരു ക്രീമിന് ഒരു പരീക്ഷണമാണ് കേട്ടോ. കാരണം ഫസ്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആയിരിക്കുമ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്, എത്ര കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പരീക്ഷണം നടത്തിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു കേക്കിലേക്ക് കുറച്ച് ഗണേഷ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ക്രീമിനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഗണേശാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അത് കയ്യിലുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കേക്ക് ഇവിടെ ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 1/2 kg റെഡ് വെൽവെറ്റ് കേക്കാണ്. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ യൂസ് ചെയ്യണം വീട്ടിൽ തന്നെ ആയ കാരണമാണ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കണം കേട്ടോ. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ഗണേഷ് ചെയ്തിട്ടൊക്കെ കേക്കിനെ കവർ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു ക്രീം നന്നായിട്ട് ഹാർഡായിട്ട് ഇരിക്കുമല്ലോ. നമ്മളിപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും കയ്യിലൊന്നും വരില്ല. നല്ല ട്രഫിളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ക്രീമിലേക്ക് ഗണേഷ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഗണേഷായ കാരണം പക്ഷെ അത്ര കണ്ട് ഹാർഡായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ക്രീം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ, കുറച്ചൊരു ലൂസായിട്ടാണ് ക്രീം ഇരിക്കുന്നത്. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം സ്റ്റിഫായി ഇരിക്കണം, അത്രയും സ്റ്റിഫായിട്ടൊന്നുമില്ല കേട്ടോ. കുറേ ബീറ്റ് ചെയ്ത് നോക്കി, പക്ഷെ അധികം സ്റ്റിഫായി കിട്ടണില്ല. പിന്നെ കൂളിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരിക്കാം. പിന്നെ വീട്ടിലേക്കുള്ള കേക്ക് തന്നെ ആയതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ഫിനിഷിംഗ് ഒന്നും വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ഒന്ന് ചെയ്ത് നോക്കുക, അത്ര വിചാരിച്ചിട്ട് പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു കേക്കിനെ ചെയ്യണം. അപ്പോൾ അധികം നീറ്റാക്കി എടുക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്രീമിലേക്ക് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വന്നപ്പോൾ ക്രീം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല ഫ്ലേവറൊക്കെ ആവശ്യമുള്ളവർക്ക്, അതായത് നമ്മളിപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമിലേക്ക് കുറച്ച് ഗണേഷ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിന് ജസ്റ്റ് ഒന്നിങ്ങനെ ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ ചെയ്യാൻ കഴിയണമില്ല, കാരണം ക്രീം ലൂസായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനിഷിങ്ങും മതിയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗമൊന്നും അധികം ഫൈനായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇനി ഇതിന് ഞാനിവിടെ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് കൂൾ ചെയ്യണം കേട്ടോ ഈ ഒരു കേക്കിനെ. അതിന് മുന്നായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെൻസിൽസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെൻസിൽ വർക്ക്. പല ഡിസൈനിലും ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടും. ഇപ്പോൾ ഇതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടണതാണ് കേട്ടോ. ഓൺലൈനായിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ 4 ഡിസൈനുകളാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മോഡൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണ്ട. ഇതെല്ലാം ഞാൻ ചെയ്യാൻ അറിയാതെ തന്നെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ 2-3 എണ്ണം ഒന്നിച്ചുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്കിനെ കൂൾ ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇപ്പോൾ ഈ ഒരു മോഡലിലാണ് സ്റ്റെൻസിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഹാർട്ട് മോഡലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് ജസ്റ്റ് ഇപ്പോൾ നല്ല കേക്ക് കൂളായിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല കൂളാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെൻസിലിൻ്റെ ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നല്ല ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കറക്റ്റിന് നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കൈ ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. പിന്നെ കൂടുതലായിട്ട് അമർത്തി വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഈ ഒരു ക്രീം ഈ ഒരു മോൾഡിലേക്ക് വരും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് റെഡ് കളറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഇതിനൊന്ന് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈഫ് വെച്ചിട്ട് തന്നെ പരത്തിയിട്ടൊന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം തിക്നെസ്സിലൊന്നും വേണ്ട, തിക്നെസ് കുറച്ചിട്ട് ഇതുപോലെ ആ ഹോൾസ് വന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ.
പിന്നെ ഇത് സൈഡിലേക്കായിട്ട് അതായത് കേക്കിലേക്ക് ആയി പോവരുത്, നല്ല ഈ ഒരു മോൾഡിൽ നിന്ന് പുറത്തേക്ക് പോവരുത്, ആ രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഇതിനൊന്നിങ്ങനെ ആ ഒരു ക്രീം ഓവറായിട്ടുള്ളതിനൊക്കെ ഒന്ന് എടുത്ത് കളയുക കേട്ടോ. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റെൻസിലിൻ്റെ വർക്ക് കഴിയുമ്പോൾ പ്രസ്സായിട്ട് ഓവറായിട്ട് പ്രസ്സായിട്ട് ഇരിക്കരുത്. ഇപ്പോൾ അതായത് ഈ ഒരു ഭാഗത്ത് ആയിട്ടില്ല, ഞാൻ അവിടെ കുറച്ചും കൂടി ക്രീം ആക്കി കൊടുക്കട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആയിട്ടില്ലെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ ഭാഗത്ത് വീണ്ടും ആക്കിയിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ പതുക്കെ ഈ ഒരു കേക്കിൽ നിന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആയ കാരണം കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ ഇതാ കറക്റ്റിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിലായിട്ട് ക്രീം ഒന്ന് ഇളകി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം ഒരു ദിവസം ഫുള്ള് കൂളാകിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ചെറുതായിട്ടൊന്ന് പ്രസ്സായി പോന്നിട്ടുണ്ട്. അത് നമ്മൾ ആ മോൾഡ് വെക്കുന്ന സമയത്ത് ഒരു പക്ഷേ നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ടായിരിക്കാം ആ ഭാഗം, അതുകൊണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ നമുക്ക് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഒരു സൈഡിൽ കൊടുത്തു, ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്തായിട്ടും ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ കേക്ക് ഇരിക്കും തോറും കൂളിങ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ. സാധാരണ നമ്മൾ വേഗം ചെയ്തെടുക്കണ പോലെ ആയിരിക്കില്ല വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത്രയും സമയം ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഈ കേക്ക് എന്താ പറയുക, ഒരു നനവ് പോലെ വരുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അത് നമ്മൾ ഗണേഷ് ചേർത്തുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ടൈം, അതായത് ഒരു മണിക്കൂറൊന്നും പുറത്തിരുന്ന് കഴിഞ്ഞാലും കേക്കിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ ഗണേഷ് ചേർത്തുകൊണ്ടായിരിക്കാം ഒരു നനവ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ക്രീം ആക്കിയിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് നമ്മൾ ആ ഒരു കൂടുതലായിട്ടുള്ള ക്രീമിനെ അങ്ങോട്ട് മാറ്റി കൊടുക്കുക. അതുപോലെ കൂടുതൽ പ്രസ് ചെയ്ത് കൊടുക്കരുത് കേക്കിലേക്ക്. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടുള്ള ക്രീമിനെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സ്റ്റെൻസിലിൻ്റെ വർക്കിനെ അങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇതാ ക്രീം പതുക്കെ പോന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കൂളിംഗ് ആയിരുന്നതിന് അത്രയും കൂളിംഗ് ഇപ്പോൾ ഇരിക്കും തോറും കൂളിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം അപ്പോൾ കേക്കിൽ നിന്ന് ക്രീം അതുപോലെ അങ്ങനെ ഈ ഒരു വർക്കിലേക്ക് പോന്നിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലെല്ലാം സ്റ്റെൻസിൽ വർക്ക് വന്ന ഭാഗത്തൊക്കെ ഒരു നീറ്റായിട്ടും ആ ഒരു ക്രീം നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. റെഡ് കളർ വന്ന ഭാഗമൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള ഈ ഒരു പിങ്ക് കളർ വന്ന ഇതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറ്റേ സ്പോഞ്ച് ഡിസൈൻ ഇല്ല, അത് ചെയ്ത പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വർക്ക് ഇങ്ങോട്ട് വലിക്കണ സമയത്ത് അതിൽ നിന്ന് ടച്ച് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിപ്പോൾ നമുക്ക് കഴിക്കാൻ തന്നെ ആയതുകൊണ്ട് പിന്നെ ആ ഒരു ഇതായിട്ട് തന്നെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. പക്ഷേ ആ ലെവൽ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റെൻസിൽ വർക്കിൻ്റെ ആ ഡിസൈന് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ തന്നെ ഒരു വെറും വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ട് ഫ്രോസ്റ്റ് ചെയ്ത കേക്ക് ഉണ്ട്. അതിലും ഞാൻ ഒരു ടൈം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അന്ന് ഇതുപോലെ തന്നെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ഈ ഒരു സ്പോഞ്ച് ഡിസൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അത്ര ബോറായിട്ടൊന്നുമില്ല. ഇതുപോലെ എന്താ പറയുക, നന്നായിട്ട് കേക്കിനെ കൂളാക്കി എടുക്കുക. ഒരു ദിവസം ഫുള്ള് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റെൻസിൽ വർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ക്രീം എടുക്കുക, അതായത് വർക്ക് ചെയ്യണ ഇത് കുറച്ച് ലൂസായിട്ടുള്ള ക്രീം എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള കേക്ക് ഇതായിരുന്നു, ഈ ഒരു ഡിസൈനാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീമിലാണെന്നുണ്ടെങ്കിലും ഗണേഷിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. അധികം ഫിനിഷിങ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ നീറ്റിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ ബട്ടർ ക്രീമിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് 2 ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്